നമുക്കത് ഫുൾ സ്ക്രീനായിട്ട് വരും. അതാണ് ഇതിനകത്ത് ഏറ്റവും ഞാൻ എടുത്ത് പറഞ്ഞ ഒരു ഹൈലൈറ്റ് ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് നാവിഗേഷൻ നമുക്കായിട്ട് വരുന്നതാണ്. അത് മറ്റു വണ്ടികളിലൊന്നും വരാത്ത ഒരു ഫീച്ചറാണ്. പ്രഷർ മോണിറ്റർ വരുന്നുണ്ട്. അതൊക്കെ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത്. സ്റ്റേബിൾ ആയിട്ടാണ് നമുക്ക് ആ ഒരു സ്പീഡ് എടുക്കുമ്പോൾ നമുക്കൊരു പേടി തോന്നുന്നതല്ല. അത് വണ്ടികളിലൊന്നും വരാത്ത പല ഫീച്ചേഴ്സും ഈ ഒരു ബേസ് മോഡൽ വണ്ടിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. മെയിനായിട്ട് ഇതിനകത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചാണ്. നമുക്ക് 7,40,000 സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആസി. കാരണം നമുക്ക് പാസഞ്ചറിനും അതുപോലെ തന്നെ ഡ്രൈവറിനും സെപ്പറേറ്റ് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നത്. ഹലോ ഫ്രണ്ട്സ്, വിവേകാണ് ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് എൻ്റെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ലോഞ്ച് ആയിരിക്കും വെച്ചാൽ XUV 3XO ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോയുമായിട്ടാണ് ഇനി ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് 7,49,000 ആണ് വണ്ടിയുടെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഒരു അടിപൊളി വണ്ടിയാണ്. അപ്പോൾ വണ്ടിയുടെ ഫീച്ചേഴ്സ്, വണ്ടിയുടെ പ്രൈസ് റേഞ്ച്, അതുപോലെ വണ്ടി അകത്ത് വന്നിരിക്കുന്ന നമുക്കൊരു റൈഡിങ് ഫീൽ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാവുന്നതാണ്. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് സൈഡിലെ ലുക്ക് എന്ന് വെച്ചാൽ മഹീന്ദ്ര എപ്പോഴും ലുക്സിൻ്റെ കാര്യത്തിൽ ഒരു പുതിയൊരു പുതുമ കൊണ്ടുവരുന്നതാണ്. കാരണം XUV 700 ലോഞ്ച് ചെയ്തപ്പോഴാണ് ഈ ലുക്കിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത ഒരു ഫീൽ തന്നെയായിരുന്നു. അപ്പോൾ അതേ കേസിൽ തന്നെ നമുക്ക് പഴയ ആ ഒരു 300 കുറച്ചുകൂടി ഒരു ഡൈനാമിക് ചേഞ്ച് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നോക്കുമെന്ന് വെച്ചാൽ നമ്മുടെ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ലോഗോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രിൽ പോർഷൻ ഇവിടെ കവേർഡായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇത് AX5 എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ടോപ്പ് ആൻഡ് അല്ലാത്തതുകൊണ്ട് ഫോഗ് ലാമ്പ് നമുക്ക് അഡീഷണൽ ആയിട്ട് വെക്കേണ്ടി. അതുപോലെ തന്നെ നമുക്ക് DRLസും വരും. DRLs താഴെ വരുന്നുണ്ട്. മുകളിലാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ പ്രൊജക്ടർ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ ആണെങ്കിൽ വളരെ ഭംഗിയായിട്ടാണ്. ഇത് വൈറ്റ് ആയതുകൊണ്ട് വൈറ്റിൽ ഒരു ബ്ലാക്ക് ഒരു തീം പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ അതേ സെയിം ലുക്ക് തന്നെയാണ്. താഴെ ഒരു എയർ ലാമ്പ് പോർഷൻ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമ്പർ പ്ലേറ്റ് വരുന്നത്. അവിടെ ഒരു ഡുവൽ ടോൺ കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ വണ്ടിയുടെ ഒരു ഡുവൽ ടോൺ കളർ വളരെ അടിപൊളിയാണ് കാണാൻ. പിന്നെ വണ്ടിയുടെ സൈഡ് വൈസ് ലുക്ക് വരുമ്പോഴാണെങ്കിലും നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ വലിയ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ബ്ലാക്ക് കോട്ടിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. അതാണെങ്കിലും ഒരു സ്പോട്ടി ഫീൽ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ആ പില്ലേഴ്സിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിലും ബ്ലാക്ക് കോട്ടിംഗ് വരുന്നുണ്ട്. മണ്ടേ നമുക്ക് റൂഫ് റെയിൽസ് വന്നിട്ടുണ്ട്. അതും ഒരു സ്പോട്ടി ലുക്ക് തരുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ ബാക്കിലെ ലുക്ക് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഫീൽ തന്നെയാണ്. ആദ്യം തന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പം കൂടുതൽ വണ്ടികളിലും നമുക്ക് കണ്ടുവരുന്നത് വെച്ചാൽ നമുക്കൊരു എൻഡ് ടു എൻഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത്. അത് വളരെ സ്പോട്ടി ഫീലാണ് തരുന്നത് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. അത് വളരെ ഒരു സ്പോട്ടി ഫീലാണ് തരുന്നത്. പിന്നെ നമുക്ക് മഹീന്ദ്രയുടെ ലോഗോ ഉണ്ട്. പിന്നെ XUV 3XO എന്ന് പറഞ്ഞ് വളരെ ഒരു 3D ഫീൽ നമുക്ക് ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതിൻ്റെ താഴെ വരുന്നുണ്ട്. നമുക്ക് ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. റിവേഴ്സ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ താഴെയായിട്ട് നമുക്ക് ആ ഒരു ബമ്പർ യൂണിറ്റ് ഇവിടെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിലും ഒരു സ്പോട്ടി ഫീലൊക്കെയാണ് കൊടുത്തിട്ട് ഇവിടെ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വരുമ്പോഴാണെങ്കിലും ക്യാമറ ഇവിടെ താഴെയായിട്ടാണ് വന്നിരിക്കുന്നത്. അതും നമുക്കൊരു വൈഡ് ആംഗിൾ ലെൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു വൈഡർ വ്യൂ കിട്ടും. കാരണം ആൾക്കാർ വിചാരിക്കും താഴെ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഇത് കിളന്ന് ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഏരിയ കിട്ടും. ബട്ട് ഇതൊരു വൈഡർ ആംഗിൾ ആയതുകൊണ്ട് ഈ ഒരു നല്ലൊരു ഫുൾ കവറപ്പ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. ഇനി ബാക്ക് ബൂട്ട് സ്പേസ് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ സ്വിച്ച് പ്രസ് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലെ ബൂട്ട് ലിറ്റ് കപ്പാസിറ്റി വരുന്നത് വെച്ചാൽ 385 ലിറ്റേഴ്സ് ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഏരിയ. 385 അല്ല, ചെറിയൊരു ചേഞ്ച് 364 ലിറ്റേഴ്സ് ആണ് ബൂട്ട് സ്പേസ് ഏരിയ വരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ബാക്കിൽ 2 സീറ്റും കൂടെ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് 60/40 ആണ്. ഇങ്ങനെ അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു സ്റ്റോറേജ് ഏരിയ ലഭിക്കുന്നുണ്ട്. കാരണം നമുക്ക് ബാക്കിൽ ആൾക്കാരൊന്നും ഇല്ലെന്നുണ്ട്. ഫുൾ ലഗേജൊക്കെ വെച്ച് വളരെ കംഫർട്ടബിൾ ഫുൾ പാക്കായിട്ട് പോകാവുന്നതാണ്. ഇപ്പോൾ 2 പേര് മാത്രമാണ്. ഇപ്പോൾ ഡ്രൈവർ ആൻഡ് ഒരു കോ ഡ്രൈവറാണ്. 2 പേരാണ് പോകുന്നതെങ്കിൽ അങ്ങനെ വിശാലമായിട്ട് പോകാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് കയറിയിട്ട് ഞാൻ കാണിക്കും. സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് ഇനി ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ ബാക്കി കാര്യത്തിലോട്ടൊക്കെ കിടക്കാം. അപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഏറ്റവും പുതിയ മഹീന്ദ്ര XUV 3XO AX5 പെട്രോൾ മാനുവൽ വേരിയൻ്റ് ആണ്. അപ്പോൾ ഞാൻ കുറേ നേരമായിട്ട് ഞാൻ സിറ്റിയിലും ട്രാഫിക്കിലൊക്കെ ഓടിച്ചു. വളരെ കംഫർട്ട് ഡ്രൈവിംഗ് ആണ്. എനിക്കൊന്നും രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നതിൽ എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൻ്റെ ഫീച്ചേഴ്സും ഡ്രൈവിംഗ് ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇനിഷ്യലി നല്ല നമുക്കൊരു ഫീലുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കാല് കൊടുത്ത് ഓടിക്കാനുള്ള ഫീൽ. അതുപോലെ തന്നെ നല്ല റൈഡിങ് കൺട്രോളും ഉണ്ട്. അതായത് വെച്ചാൽ ഞാൻ വളവിനൊക്കെ അത്യാവശ്യം നല്ലൊരു സ്പീഡിൽ വന്നിട്ട് വളവ് കോർണർ ചെയ്ത് എടുത്തപ്പോൾ വണ്ടി വളരെ സ്റ്റേബിളായിരുന്നു. നമുക്കിനി വണ്ടിയുടെ ടോപ്പ് സ്പീഡിൽ നോക്കാം. ഒരു സ്ട്രെയിറ്റ് വഴി കിട്ടിയിട്ട് നല്ല സ്പീഡ് എടുത്ത് കാണിക്കാം. പിന്നെ വിസിബിലിറ്റിയുടെ കാര്യം വരുമ്പോഴാണെങ്കിലും അത്യാവശ്യം നമുക്ക് നല്ല റോഡ് ക്ലിയറൻസ് ഉണ്ട്. ഒരു ഹൈറ്റ് കുറഞ്ഞ ആളാണെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇതായിട്ട് ഇതുണ്ട്. വളരെ സിമ്പിളായിട്ട് വണ്ടി ഇപ്പം 82 ആയി. അങ്ങനെ വണ്ടി 93 ആയി. വണ്ടി 4th കയറി നമ്മൾ സുഖമായിട്ട് അത് 93-ലാണ് വന്ന് ഈ ഒരു വളമൊക്കെ ഞാൻ വീശി എടുത്തത്.
ഒരു രക്ഷയില്ലാത്ത വണ്ടിക്ക് കൺട്രോളാണ്. അങ്ങനെ ഓവർടേക്ക് ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ ഇപ്പോൾ 4th ഗിയറിലാണ് ഞാൻ ഗിയർ ഡൗൺ ചെയ്യാതെ തന്നെയാണ് ഓവർടേക്ക് ചെയ്തത്. അപ്പം യാതൊരുവിധ ലാഗും കൂടാതെ തന്നെ വണ്ടി നല്ല ഇനിഷ്യലി നല്ലൊരു പുള്ളിങ് കിട്ടിയാണ്. സാധാരണ എപ്പോഴും ഏതൊരു വണ്ടിയാണെന്ന് നമുക്ക് ഓവർടേക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മളൊന്ന് ഗിയർ ഡൗൺ ചെയ്യും. ഗിയർ ഡൗൺ ചെയ്യാതെ തന്നെ വണ്ടിക്ക് നല്ലൊരു ഇനിഷ്യൽ ഫീലാണ്. 3rd ഗിയറിൽ തന്നെ വണ്ടി സുഖമായിട്ട് 70 to 80 കിലോമീറ്റേഴ്സ് വരെ, അതും വളരെ സ്മൂത്തായിട്ടാണ്. എഞ്ചിൻ്റെ യാതൊരുവിധ ഒരു അരോചകമായിട്ടുള്ള സൗണ്ട് ഒന്നുമില്ല. 4th ഗിയറിലാണ്. ഇപ്പോൾ 70 കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു 80ലാണ് ഞാൻ വണ്ടിയുടെ വളവ് ഞാൻ തിരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സ്റ്റേബിൾ ഫീലാണ്. സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, വണ്ടി പറന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ റൈഡിങ്ങിൻ്റെ കാര്യത്തിൽ പോലെ ബ്രേക്കിങ് നല്ല എഫിഷ്യൻ്റ് ആണ്. കാരണം ഇപ്പോൾ സ്പീഡ് ഞാൻ 90ലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു കൊച്ചു പയ്യൻ എടുത്ത് ചാടിയിട്ടും വണ്ടി വളരെ സ്റ്റേബിളായിട്ട് വണ്ടി എൻ്റെ കൺട്രോളിൽ തന്നെ നിന്നു. അത് വളരെ എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം, വണ്ടിയുടെ ഹാൻഡ്ലിങ് എല്ലാം നല്ല എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഓവറോൾ വണ്ടി ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടുന്ന ഒരു മിഡിൽ സെഗ്മെൻറ്റ് ഫാമിലിക്ക് പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും ഒരു ബഡ്ജറ്റിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞ ഒരു 7,49,000 ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇറ്റ്സ് മോർ ദാൻ വാല്യൂ ഫോർ മണി എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ പല ഫീച്ചേഴ്സും ഒക്കെ ആയി നമുക്ക് ടോപ്പ് എൻഡ് വരുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ ഡ്രൈവിംഗ് ഫീലൊക്കെ ഒരു രക്ഷയില്ലാത്ത ഫീലാണ്. പിന്നെ വണ്ടി ഒരു ഇനീഷ്യലിൽ എനിക്ക് കിട്ടിയ ഒരു ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞ ഒരു 14.7 to 15.8 ഒക്കെയാണ് എനിക്ക് മൈലേജ് കിട്ടിയത്. നമുക്ക് കുറച്ചുകൂടെ കമ്പനി പറയുന്ന ഒരു മൈലേജ് ഒക്കെ ലഭിക്കണമെന്നുണ്ട്. ഒരു ലോങ് സ്ട്രെച്ചിൽ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി ഒക്കെ ലഭിക്കുന്നതാണ്. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ ആദ്യം 2 പേരെ വെച്ച് നോക്കി ആ ഒരു നമുക്ക് ഒരു ഇനിഷ്യൽ പഞ്ചൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ 2 പേര് വെച്ച് പോകുമ്പോൾ ഇനിഷ്യലി യാതൊരുവിധ ലാഗും ഫീൽ ചെയ്തില്ല. അതിനുശേഷം ഞാൻ ടോട്ടൽ വണ്ടിയിൽ ഒരു 4 പേരെയും കൂടെ ഒരു 2 പാസഞ്ചേഴ്സിനെ കൂടെ വെച്ചിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് യാതൊരുവിധ ലാഗും ഇനിഷ്യൽ ലാഗും ഒന്നും ഫീൽ ചെയ്തില്ല. അപ്പോൾ ഒരു സിറ്റി ഡ്രൈവിലാണെങ്കിലും വളരെ കംഫർട്ടായിട്ട് ഓടിച്ചുകൊണ്ട് പോകാവുന്നതാണ്. ഞാൻ ഓടിച്ചെന്ന് വെച്ചാൽ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ XUV-യുടെ AX5-ൻ്റെ മാനുവൽ പെട്രോൾ വേരിയൻ്റ് ആണ്. അപ്പം ഓടിച്ചെന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ഫീൽഡിനെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. കാരണം വണ്ടിയുടെ ആ ഒരു സ്റ്റെബിലിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പേഴ്സണലി. കാരണം അത്രയ്ക്കൊരു കൺട്രോൾ ഫീലൊക്കെയാണ്. കാരണം വണ്ടി ഞാൻ ഓൾമോസ്റ്റ് ഒരു 80 to 90 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് കോർണറൊക്കെ ചെയ്ത് വന്നപ്പം വളരെ സ്റ്റേബിളായിട്ടാണ് നമുക്ക് ആ ഒരു സ്പീഡ് എടുക്കാൻ നമുക്കൊരു പേടി തോന്നുന്നില്ല. അത് ശരിക്കും വണ്ടിയുടെ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയുടെയും ആ ഒരു പെർഫോമൻസിൻ്റെ ഒക്കെ ഒരു മികച്ചതാണ്. വണ്ടിയുടെ അകത്തോട്ട് നോക്കുമ്പോഴാണെങ്കിലും വളരെ പ്രീമിയം ലുക്കാണ് വരുന്നത്. ഒന്നും തന്നെ പറയാനില്ല. കാരണം മറ്റു വണ്ടികളിലൊന്നും വരാത്ത പല ഫീച്ചേഴ്സും ഈ ഒരു ബേസ് മോഡൽ വണ്ടിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. മെയിനായിട്ട് ഇതിനകത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചാണ്. നമുക്ക് 7,49,000 ആണ് ഇതിൻ്റെ ഒരു ബേസ് വേരിയൻറ്റ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ആ ഒരു റേഞ്ചിൽ ബേസ് വേരിയൻ്റാണ് നമുക്ക് ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്. മറ്റൊരു വണ്ടിയിലും വരാത്ത ചില ഫീച്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ ഒരു ഫീച്ചറാണ് നമുക്ക് ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആസി. കാരണം നമുക്ക് പാസഞ്ചറിനും അതുപോലെ തന്നെ ഡ്രൈവറിനും സെപ്പറേറ്റ് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നത്. അപ്പോൾ 2 സോൺ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നത് അത് ഫസ്റ്റിൻ്റെ സെഗ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് അഡാസ് ലെവൽ 2 വന്നിട്ടുണ്ട്, അതും ഫസ്റ്റിൻ്റെ സെഗ്മെൻ്റ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് നമുക്ക് മറ്റൊരു ലക്ഷറി നമുക്കൊരു 15 to 25 lakhs റേഞ്ചിലുള്ള വണ്ടികളിലൊക്കെ നമുക്ക് അഡാസ് ഫീച്ചേഴ്സ് വരും. ബട്ട് ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് ആദ്യത്തെ ഒരു ഫീച്ചർ ഈ ഒരു വേരിയൻറ്റിന് ഈ ഒരു വണ്ടിയിൽ ആദ്യമായിട്ട് വന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ടച്ച് സ്ക്രീൻ ആണെങ്കിലും നമുക്ക് ആ ഒരു ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ നമ്മളെ XUV-യിൽ കണ്ട ആ ഒരു ഇൻ്റർഫേസ് ആണെങ്കിലും ലുക്ക് വൈസ് കുറച്ചുകൂടി ഒരു എലഗൻ്റ് ആൻഡ് ഒരു സ്മാർട്ട് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പം ടച്ച് സ്ക്രീൻ ആണെങ്കിലും നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ ആപ്പിൾ കാർപ്ലേ എല്ലാം കോമ്പാക്റ്റബിൾ ആണ്. പിന്നെ നമുക്ക് നാവിഗേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. വളരെ സെൻസിറ്റീവായിട്ടുള്ള ടച്ച് റെസ്പോൺസ് ഒക്കെയാണ്. പിന്നെ ഇൻബിൽട്ടായിട്ട് നമുക്ക് ഇതിനകത്ത് ഇൻബിൽഡായിട്ട് കുറച്ച് ആപ്പുകളൊക്കെ ഉണ്ട്. അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് 1 ഇയറിലേക്ക് ഫ്രീ ആണ്. പിന്നെ നമുക്ക് വോയിസ് കമാൻഡ്, വോയിസ് അസിസ്റ്റൻസ് ഒക്കെയാണ്. നമുക്ക് ഹലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൺറൂഫ് ഒക്കെ തുറക്കാം. അത്രയും ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോഴാണെങ്കിൽ AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. AC വെൻ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഇവിടെ ഒരു സിൽവർ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇത് ബ്ലാക്കിൽ ഒരു സിൽവർ ഫിനിഷ്, കുറച്ചൊരു എലഗൻ്റ് ആൻഡ് ഒരു സ്മാർട്ട് ലുക്കാണ്. താഴോട്ട് വരുമ്പോഴാണ് നമുക്ക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചസിൻ്റെ മുകളിലായിട്ടാണ് ഹാസാർഡ് സ്വിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ട്രാക്ഷൻ ഓഫ് അത്ര കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സ്വിച്ച് കൊടുത്തിരുന്നത്. താഴോട്ട് വരുമ്പോഴാണ് നമുക്ക് 2 സോൺ AC-യുടെ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നത്. നമുക്ക് ഇവിടെ ഒരു ഡിജിറ്റൽ യൂണിറ്റ് ഉണ്ട്. അവിടെ നമുക്ക് ടെമ്പറേച്ചറൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഡ്രൈവറിൻ്റെ ആണ് ഞാൻ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവറിൻ്റെ ടെമ്പറേച്ചർ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഫാനിൻ്റെ സ്പീഡ് കൂട്ടാനൊക്കെ ഇവിടെ സ്വിച്ചാണ്. ഇവിടെ റോട്ടറി സ്വിച്ച് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് AC ഓൺ ആക്കാൻ അതേ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അവിടത്തേക്ക് AC ഓൺ ആക്കേണ്ടതാകുന്നുണ്ട്. അവിടെ പ്രസ് ചെയ്തില്ലെന്നുണ്ട് AC ഓൺ ആകത്തില്ല, ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. ഫാൻ്റെ മോഡ് മാറ്റാം, അത്ര കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. താഴോട്ട് വരുമ്പോൾ ഇവിടായിട്ട് വരുമ്പോൾ നമുക്കൊരു ചാർജിങ് യൂണിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യാൻ ഇതുപോലത്തെ ഒരു ഏരിയ വരുന്നുണ്ട്. അതിൽ വയർലെസ് ചാർജിങ് നമുക്ക് വരുന്നുണ്ട്.
വയർലെസ് എനേബിൾഡ് ആയിട്ടുള്ള ഇപ്പോൾ ഐഫോൺസിലെല്ലാം വയർലെസ് എനേബിൾഡ് ആണ്. അപ്പം അങ്ങനെയൊക്കെ ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ ഗിയർ ലിവർ എന്ന് വെച്ചാൽ വളരെ പ്രീമിയം ലുക്ക് വരുന്ന ഒരു ലെതർ ഫിനിഷ് ആയിട്ട് ഒരു ഗിയർ ലിവറാണ് വരുന്നത്. നമുക്ക് 6 ഗിയർ ട്രാൻസ്മിഷൻ ആണ് ഈ വരുന്ന AX5 പെട്രോൾ മാനുവൽ വേരിയൻറ്റ് വരുന്നത്. അത്യാവശ്യം ഞാൻ ഓടിച്ചിട്ട് 5 ഗിയർ വരെ ഇടാനുള്ള ഒരു സ്പേസ് മാത്രമേ, ഒരു ഏരിയ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. അത്രയ്ക്ക് ഒരു ലോങ് സ്ട്രെച്ച്, ഒരു 110 വരെ സ്പീഡൊക്കെയാണ് എൻ്റെ പത്തനംതിട്ടയിലുള്ള ഒരു നമ്മുടെ അത്യാവശ്യം സിറ്റി ട്രാഫിക്കിലൊക്കെ വെച്ച് എനിക്ക് ഓടിക്കാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം 5 ഗിയറൊക്കെ തന്നെ എനിക്ക് ധാരാളമായിട്ട് തോന്നി. കാരണം അത്രയ്ക്ക് പവർഫുൾ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. സത്യം പറഞ്ഞാൽ മെയിനായിട്ട് വണ്ടി വരുന്നത് വെച്ചാൽ 1.2 ഇഞ്ചിന്. അപ്പോൾ ആ 1.2 cc ഇഞ്ചിന് വരുന്ന ആ ഒരു പവർ പെർഫോമൻസ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്തതാണ്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് 2 കപ്പ് ഹോൾഡർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ എൻ്റെ ഞാൻ കണ്ണാടി വെച്ചേക്കുവാണ്. പിന്നെ ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. അത്രയൊക്കെയാണ് വരുന്നത്. ഇനി ഫ്രണ്ട് സൈഡിലോട്ട് വരുമ്പോൾ നമുക്കൊരു 3 ടോൺ കളേഴ്സാണ് വരുന്നത്. ഇപ്പം വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ മറ്റ് വണ്ടികളിലൊക്കെ കാണുന്ന കോമൺ ഒരു ടച്ച് ഉണ്ട്. പിന്നെ ഇവിടെ AC വെൻറ്റ് വരുന്നുണ്ട്. അതും ഒരു പ്രീമിയം ലുക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടുത്തെ ആ ഒരു ഡുവൽ ടോൺ ഇതിലാണെങ്കിലും ആ ഒരു സ്പോക്സ് ഒക്കെ വളരെ പ്രീമിയം ലുക്കാണ് വരുന്നത്. താഴോട്ട് വരുമ്പോഴാണ് നമുക്ക് ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. അതിൽ ചെറിയ ഒരു സ്റ്റോറേജ് ഏരിയ പോലല്ല, ഒരു സെപ്പറേറ്റ് സ്റ്റോറേജ് ഏരിയ ഇവിടെ ഉണ്ട്. അതുകൂടാതെ വലിയൊരു സ്റ്റോറേജ് ഏരിയ ആണ്. അതിലും കൂളിംഗ് ഫെസിലിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. അത്രയാണ് ഗ്ലൗ ബോക്സിൻ്റെ കാര്യം വരുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ XUV 3Xോടെ കീ. ഇപ്പോൾ കീ എന്ന് വെച്ചാൽ നമുക്ക് മഹീന്ദ്രയുടെ ആ ഒരു ലോഗോയൊക്കെ ഉള്ള കീ തന്നെയാണ്. ഞാൻ XUV 700 ഈ ഒരു കീ തന്നെയാണ് കണ്ടിട്ടുള്ളത്. വലിയ ചേഞ്ചസ് ആയിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിതിനകത്ത് ലോക്ക്, അൺലോക്ക്, അതുപോലെ ബൂട്ട് ഓപ്പണിങ് 3 സ്വിച്ചുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വണ്ടി ലോക്ക് അൺലോക്ക് ചെയ്ത് ഇനി വണ്ടിക്കകത്തോട്ട് കയറാം. അങ്ങനെ ഞാൻ വണ്ടിക്കകത്ത് കയറി. അപ്പോൾ ഇത് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് കീലെസ് എൻട്രി ആയതുകൊണ്ട് നമുക്ക് കീ ഇവിടെ ഹോൾഡ് ചെയ്താൽ മാത്രം മതി. നമുക്ക് സ്വിച്ച് ഇവിടെ ആയിട്ടാണ്, ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഓണായി വരുന്നതാണ്. ഓണായി വരുന്ന സത്യം പറഞ്ഞാൽ വളരെ ഒരു അടിപൊളി ഒരു ലുക്കാണ്. എനിക്ക് പേഴ്സണലി അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഒന്നുകൂടെ അത് കാണിച്ചു തരാം. കണ്ടോ? അപ്പം ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കാര്യം ഒന്നും പറയാനില്ല. കാരണം ഫുള്ളി മീറ്ററാണ്. നമുക്ക് പല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അത് തന്നെ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് വണ്ടിയുടെ അവൈലബിൾ ആണ്. നമുക്ക് ടയർ പ്രഷർ മോണിറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂൽ എഫിഷ്യൻസി, ഡിസ്റ്റൻസ് കണ്ടോ? ഇപ്പോൾ ടയർ പ്രഷർ മോണിറ്റർ കാണിച്ചേക്കുന്നത് കണ്ടോ? അപ്പം ഒരു ടയറിൽ കുറവാണ്. അതായത് വെച്ചാൽ ഒരു ടയറിൽ 30 ആണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ വണ്ടിക്കും വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ DT വരുന്നുണ്ട്, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി വരുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വണ്ടിയുടെ സ്റ്റിയറിംഗ് വീൽ എന്ന് വെച്ചാൽ നമുക്ക് മഹീന്ദ്രയുടെ ലോഗോയും കൂടെ ഉള്ള ഒരു വലിയൊരു ഫുള്ളി ലെതർ റാപ്ഡ് ആയിട്ട് ഒരു സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതിലും നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് ആണ് ഇവിടെയൊക്കെ വരുന്നത്. പിന്നെ ആ ഒരു ലെതറിൻ്റെ ഒരു ഡുവൽ ടോൺ കളേഴ്സും വരുന്നുണ്ട്. പിന്നെ മഹീന്ദ്രയുടെ ലോഗോ വരുന്നുണ്ട്. എയർ ബാഗിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ വെച്ചാൽ ഇവിടെ എല്ലാം കൺട്രോൾ സ്വിച്ചസ് ആണ് വന്നിരിക്കുന്നത് വെച്ചാൽ, കാരണം ധാരാളം കൺട്രോൾസ് വരുന്നുണ്ട്. അതായത് വെച്ചാൽ നമ്മുടെ ഈ ഒരു മീറ്റർ കൺസോൾ ആണെങ്കിലും അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെങ്കിലും ഫുള്ളി ഡിജിറ്റലാണ്. അതെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേ രണ്ടും കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൾ എടുക്കാനും കോൾ റിജക്റ്റും ഉള്ള സ്വിച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് വരുന്നത് വെച്ചാൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൻ്റെ കാര്യമൊക്കെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. പിന്നെ നമുക്ക് മുകളോട്ട് വരുമ്പോൾ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ടൊരു കണ്ണാടിയൊക്കെ വെക്കാനൊരു ഹോൾഡർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ്സ് ഉണ്ട്. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്യാം. ഇത് ഓഫ് ഓണ്. നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഇങ്ങനെ ഒന്ന് നീക്കിയിട്ട് നമുക്ക് സൺറൂഫ് ഒന്ന് ഓപ്പൺ ചെയ്യാവുന്നതാണ്. മറ്റ് വണ്ടികളൊന്നും വരാത്തൊരു ഫീച്ചറാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. അതായത് വെച്ചാൽ നമുക്കൊരു 7,49,000 കിട്ടുന്ന ഒരു വണ്ടിയിൽ ആദ്യമായിട്ട് വരുന്ന ഒരു ഫീച്ചറാണ് നമുക്ക് ഇൻബിൽഡ് നാവിഗേഷൻ. നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേന്ന് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലോട്ട് മാറ്റാൻ പറ്റുന്നതാണ്. നാവിഗേഷൻ സെലക്ട് ചെയ്യുക. നാവിഗേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് നാവിഗേഷൻ ഇവിടെ വരുന്നതാണ്. ഇനി നമുക്കത് ഫുൾ സ്ക്രീനായിട്ട് വരാം. അതാണ് ഇതിനകത്ത് ഏറ്റവും ഞാൻ എടുത്ത് പറഞ്ഞ ഒരു ഹൈലൈറ്റ് ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് നാവിഗേഷൻ നമുക്ക് ഫുൾ സ്ക്രീനായിട്ട് വരുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഈ ഒരു എൻ്റർ പോലത്തെ ആ ഒരു ബട്ടൺ നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്കത് ഫുൾ സ്ക്രീനായിട്ട് വരുന്നതാണ്. അത് മറ്റ് വണ്ടികളിലൊന്നും വരാത്ത ഒരു ഫീച്ചറാണ്. അതാണ് ഞാൻ അതിനകത്ത് ഒരു ഹൈലൈറ്റ് ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് നാവിഗേഷൻ നമുക്ക് ഇവിടെയും കിട്ടുന്നത്. അതുപോലെ നമുക്ക് സ്ട്രെയിറ്റ് നോക്കുന്ന നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലും വരുന്നതാണ്. ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അതാണ് പറഞ്ഞത്. മറ്റ് വണ്ടികളിലൊന്നും വരാത്ത ഒരു ഫീച്ചറാണ്. നമുക്ക് ഫുള്ളി ഡിജിറ്റലായിട്ട്. അപ്പോൾ നമുക്ക് രണ്ടിടത്തും ഈ ഒരു നാവിഗേഷൻ കിട്ടുന്നതാണ്. നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീൻ ഇങ്ങോട്ട് വരുന്നതാണ്. ഇവിടെ നിന്ന് ഓൾറെഡി നമുക്ക് ഇവിടെ ഞാൻ നിൽക്കുന്നത് വെച്ചാൽ പത്തനംതിട്ടയിലാണ്. ഇവിടെ നിന്ന് തിരുവല്ലയിലോട്ട് ഒരു റൂട്ട് സെറ്റ് ചെയ്തു. നമുക്ക് സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ സെർച്ച് നാവിഗേഷൻ വരുന്നതാണ്. ഇപ്പോൾ കണ്ടു ഇതിനകത്ത് ഇവിടെ റൂട്ടൊക്കെ കാണിച്ചു. ഈ ഒരു ബേസ് വേരിയൻറ്റ് ഇത് AX5
പെട്രോൾ മാനുവൽ വേരിയൻ്റ് ആണ്. ഈ ഒരു വേരിയൻറ്റ് നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഓൾമോസ്റ്റ് ഒരു 12,70,000 ആപ്പ് ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നതിൽ മറ്റൊരു വണ്ടികളിലും വരാത്ത ഒരു ഫീച്ചറാണ് ഈ ഒരു നാവിഗേഷൻ സിസ്റ്റം. നമുക്കിത് ഫുള്ളി ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നാവിഗേഷൻ സിസ്റ്റം ഇവിടുത്തെ ഡിസ്പ്ലേ നമുക്ക് ഇവിടെയും വരുന്നതാണ്. ബാക്കി ഫുൾ ഡീറ്റെയിൽസ് വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സൺറൂഫും വരുന്നുണ്ട്. ഫുൾ പാനോറമിക് അല്ല, ബട്ട് സൺറൂഫ് വരുന്നുണ്ട്. ഈ ഒരു 12 lakhs റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു XUV 3XOയുടെ X5 പെട്രോൾ മാനുവൽ വേരിയൻറ്റ്. അപ്പോൾ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലെ ലുക്ക് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് പഴയ ഒരു XUV 300 ആ ഒരു സെയിം ലുക്കൊക്കെ തന്നെയാണ് ഏകദേശം വന്നിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടി ഒരു സ്പോർട്ടി ലുക്ക്, ഇവിടുത്തെ ആ ഒരു കളർ തീമിൻ്റെ ഒരു സ്പോർട്ടി ലുക്കൊക്കെയാണ് വരുന്നത്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ നമുക്ക് ബ്ലാക്ക് ആയതുകൊണ്ട് ആ ഒരു ഡുവൽ ടോൺ ഫിനിഷ് കിട്ടും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മണ്ടയിൽ നമുക്ക് ബ്ലാക്ക് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു സ്പോർട്ടി ഫീൽ തരുന്നതാണ്. പിന്നെ ടയർ വരുമ്പോൾ ഇതിൻ്റെ സ്പോക്സ് അലോയ്സ് ഒക്കെ എന്ന് വെച്ചാൽ വളരെ പ്രീമിയം ലുക്കാണ് തരുന്നത്. ഇത് സെക്കൻഡ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഇത് വരുന്നത് വെച്ചാൽ നമുക്ക് 16 ഇഞ്ച് അലോയ് ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ടോപ്പ് എൻഡ് വരുമ്പോൾ നമുക്കൊരു 17 ഇഞ്ച് അലോയ് ആണ് വരുന്നത്. ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ചുകൂടി ഒരു ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യത്തിലൊക്കെ ചെറിയ ചേഞ്ചസ് വരുന്നതാണ്. ഇനി ഞാനിതിൻ്റെ സെക്കൻഡ് റോ സീറ്റിലോട്ട് കയറി കാണിക്കാം. അപ്പം സെക്കൻഡ് റോ സീറ്റിലോട്ട് കയറാൻ വളരെ, കാരണം വണ്ടിക്ക് അത്യാവശ്യം ചെറിയ ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ കയറാവുന്നതാണ്. അപ്പോൾ വണ്ടിയുടെ സെക്കൻഡ് റോയിലോട്ട് കയറി. അപ്പോൾ സെക്കൻഡ് റോ എന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ അത്രയ്ക്ക് സ്പേഷ്യസ് ആയിട്ട് തോന്നത്തില്ലെങ്കിൽ അകത്തോട്ട് വിശാലമായ സ്പേസ് ഉണ്ട്. അത് ശരിക്കും അത് കയറിയാൽ മാത്രമേ ആ ഒരു ഫീൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ. കാരണം ഞാനിപ്പോൾ സെക്കൻഡ് റോയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡ്രൈവർ സീറ്റ് ആണെങ്കിലും ഫ്രണ്ടിലോട്ട് അധികം നീക്കിയിട്ടല്ല, നമുക്ക് അത്യാവശ്യം ഇരിക്കുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ചാരി ഇരിക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പേസിൻ്റെ കാര്യത്തിൽ സെക്കൻഡ് റോ നമുക്ക് വളരെ കംഫർട്ടബിളും റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് മിഡിലായിട്ട് ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അത് 2 കപ്പ് ഹോൾഡർ സ്പേസും വരുന്നുണ്ട്. അപ്പോൾ 2 പേർക്കാണെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് നല്ല റിലാക്സ് ഫീലിൽ ഇരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ബാക്കി വരുമ്പോഴാണ് നമുക്ക് AC വെൻ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് സോക്കറ്റ്, ഫാസ്റ്റ് ചാർജിങ് സോക്കറ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴെയായിട്ട് നമുക്കൊരു 12 volt ചാർജിങ് യൂണിറ്റും വരുന്നുണ്ട്. നമുക്ക് ഹോൾഡ് ചെയ്യാൻ ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് മൊബൈൽ ചാർജ് ചെയ്ത് കൈ പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, അവിടെ തന്നെ വെക്കാവുന്നതാണ്. 2 AC വെൻ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മുകളിലായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ പിടിക്കാനുള്ള ഏരിയ ഉണ്ട്. പിന്നെ സൈഡിലെ ആ ഒരു ഹാൻഡ് റെസ്റ്റ് ഒക്കെ ആണെങ്കിലും വളരെ ഒരു പ്രീമിയം ലെവലിലോട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് നമുക്കൊരു ഡുവൽ ടോൺ കളറാണ് വരുന്നത്. വളരെ ഒരു പ്രീമിയം ഫീലാണ് വരുന്നത്. പിന്നെ വൈറ്റ് ആയതുകൊണ്ട് ചെളിയാകുന്ന കാര്യം ഓർക്കുമ്പം അത് ശരിയാണ്. ബട്ട് ലുക്കിൻ്റെ കാര്യം വരുമ്പോൾ വെച്ചാൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഹെവി ലുക്ക് തന്നെയാണ് തരുന്നത്. നമുക്കിവിടെ ഡോർ ഓപ്പണിംഗ് ആണെങ്കിലും വളരെ ഒരു സിൽവർ ഫിനിഷ്ഡ് ആണ് വരുന്നത്. വളരെ പ്രീമിയം ലുക്കാണ് തരുന്നത്. പിന്നെ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. താഴെയായിട്ട് നമുക്ക് കപ്പ് ഹോൾഡർ അല്ല, ഒരു ബോട്ടിൽ ഹോൾഡറും അല്ലാതെ നല്ല വലിയ സ്പേസും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല, പിന്നെ സീറ്റ്സ് വരുമ്പോഴാണെങ്കിൽ അത്യാവശ്യം നല്ല കുഷനിങ് ഉണ്ട്. സാധാരണ ഞാൻ സെക്കൻഡ് റോ സീറ്റിലൊന്നും ഇത്രയും ഒരു കുഷനിങ്, അത് വളരെ സിമ്പിളായിട്ട് താണു പോകുന്നത്. അപ്പോൾ അത്ര ഒരു കംഫർട്ടബിൾ കുഷനിങ് ഞാൻ വേറെ ഒരു വണ്ടിയിൽ അടുത്തിടെ ഞാൻ കണ്ടില്ല. മറ്റു വണ്ടികളും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഇത്രയൊക്കെയാണ് വരുന്നത്. പിന്നെ ബേസ് മോഡലാണെങ്കിൽ നമുക്ക് 6 എയർ ബാഗ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് SRS എയർ ബാഗിൻ്റെ ആ ഒരു ലോഗോ പോലെ കൊടുത്തിട്ടുണ്ട്, അവിടെയും കാണാവുന്നതാണ്. അത്രയൊക്കെയാണ് വരുന്നത്. ഇനി ഫ്രണ്ടിലോട്ട് വരുമ്പം, ഇനി ഫ്രണ്ട് സൈഡ് വരുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു യൂണിറ്റ് വരുന്നുണ്ട്. ഇവിടെ 2 ടേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ 2 ബോൾട്ട് ഹോൾഡർ, ഇവിടെ നമുക്ക് കുടയോ അതുപോലത്തെ എന്തെങ്കിലും ഒരു ഐറ്റം ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇത് പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ കവറിട്ട് വെച്ചേക്കുക. നമുക്ക് വേണമെന്നുണ്ട് ആഫ്റ്റർ മാർക്കറ്റ് ഒരു കവറിങ് ഒക്കെ ചെയ്യാവുന്നതാണ്. ബട്ട് കവറിങ് ചെയ്യാതെ തന്നെ വളരെ പ്രീമിയം ഫീലാണ്, നല്ല കംഫർട്ടുമുണ്ട് വണ്ടിയുടെ കാര്യത്തിൽ. പിന്നെ നമുക്ക് ബാക്കിൽ സീറ്റ് എന്ന് വെച്ചാൽ നമുക്ക് സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. നമുക്ക് 60-40 ആയിട്ട് സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒന്ന് പുള്ളി ചെയ്തിട്ട് ഞാൻ കാണിക്കാവുന്നതാണ്. ഞാൻ പുള്ളി ചെയ്ത് നമുക്ക് ഫോൾഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം അത്യാവശ്യം ബാക്കിൽ 2 പേർക്ക് ഇരിക്കണമെന്നുണ്ട്, ഇവിടെ 2 പേർക്ക് ഇരിക്കുകയും ചെയ്യാം. അവിടെ നിന്ന് വലിയൊരു സാധനം വെക്കുകയും ചെയ്യാം. അതേ സമയത്ത് ബാക്കിൽ ഒരാൾക്ക് ഇരുന്നാൽ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നോർത്ത് വെച്ചിട്ട് ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 60-40 ആയതുകൊണ്ട് അതിൻ്റേതായ സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കംഫർട്ടും, പിന്നെ ബാക്കിലാണെങ്കിലും 3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. സാധാരണ മിക്ക വണ്ടിക്ക് 2 ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. ഇതിൻ്റെ കേസിൽ 3 ഹെഡ് റെസ്റ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കോമ്പാക്ട് ഫാമിലിക്ക് വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ലോഡഡ് ആയിട്ടാണ് ഏറ്റവും പുതിയ XUV 3XO വന്നിരിക്കുന്നത്. അതിൻ്റെ ബഡ്ജറ്റ് റേഞ്ച് എന്ന് വെച്ചാൽ നമുക്കൊരു എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് വെച്ചാൽ 7,49,000 ആണ് എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എല്ലാ ഫീച്ചേഴ്സും ലോഡ്, അപ്പം എല്ലാവർക്കും ചൂസ് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. ഒരു കോമ്പാക്ട് SUV ആണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്നത്, അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസിയും വരുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പത്തനംതിട്ട ഷോറൂമിൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഷോറൂമിലെ സെയിൽസ് മാനേജറുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ വണ്ടി റിലേറ്റഡ് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും എനിക്ക് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.